വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിനും കായംകുളം എം.എൽ.എ. യു. പ്രതിഭയ്ക്കും എതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി ആർ. ശ്രീലേഖ. പ്രശാന്തിനെതിരെ അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ബൈബിക്കോസ് ബ്രിഗേഡ് എന്ന പേരിൽ കോടികൾ തട്ടിയെടുത്ത കേസിലാണ് അന്വേഷണം. യു. പ്രതിഭയുടെ അഴിമതികൾ മൂടിവെക്കാൻ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർബന്ധിച്ചു. താൻ വിജിലൻസ് ADGP ആയിരുന്ന സമയത്താണ് സംഭവമെന്നും ശ്രീലേഖ വെളിപ്പെടുത്തി. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ 2 MLA-മാർക്കെതിരെയാണ് ആർ. ശ്രീലേഖയുടെ ഗുരുതര വെളിപ്പെടുത്തൽ. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിനും കായംകുളം എം.എൽ.എ. യു. പ്രതിഭയ്ക്കെതിരെയുമാണ് വെളിപ്പെടുത്തൽ. യു. പ്രതിഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്ത് നടത്തിയ അഴിമതിയിൽ അന്വേഷണം നടത്താതിരിക്കാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർബന്ധിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. അന്ന് വിജിലൻസ് ADGP ആയിരുന്നു താൻ. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പ്രതിഭ അഴിമതി നടത്തിയതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ തുടരന്വേഷണം വേണ്ട എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയതായി ശ്രീലേഖ പറഞ്ഞു. കോൺഗ്രസ് CPM അവിശുദ്ധ കൂട്ടുകെട്ടാണ് പ്രതിഭയ്ക്കെതിരായ അന്വേഷണം മരവിപ്പിച്ചതിന് കാരണമെന്നും ശ്രീലേഖ വിമർശിക്കുന്നു. പണ്ട് ഞാൻ വിജിലൻസിലെ ADGP ആയിട്ടിരിക്കുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നടന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. അദ്ദേഹം എന്നോട് ഒരു ദിവസം, ഞാൻ ADGP, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു ഫയൽ വന്നിട്ടുണ്ട്, അത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതിയുടെ ഫയലാണ്. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ ഹരി എന്നാണ് അവരുടെ പേര്. അതിപ്പോൾ MLA ആണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതി കഥ ഞാൻ വിചാരിച്ചു, നമ്മളത് കാര്യക്ഷമമായിട്ട് അന്വേഷിച്ച, കാരണം പ്രതിഭ ഹരി എന്ന് പറയുന്നത് CPM ആണല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് അല്ലേ, അപ്പൊ അത് കാര്യക്ഷമമായിട്ട് അന്വേഷിച്ച് തെളിയിക്കണമെന്ന് പറയാനായിരിക്കും അദ്ദേഹം പോകുന്നതെന്ന് വെച്ചപ്പോൾ അതങ്ങ് നമുക്ക് എഴുതി തള്ളണം കേട്ടോ. ഞാൻ ചോദിച്ചു, എന്തിനാ സാറേ എഴുതി തള്ളുന്നത്? അത് പ്രതിപക്ഷമല്ലേ, എതിർപാർട്ടിയല്ലേ? അല്ലാതെ അങ്ങനെയാണ്, അത് വേണ്ട, അത് എഴുതി തള്ളണം, നമുക്കത് ക്ലോസ് ചെയ്ത് അങ്ങ് വിട്ടേക്കണം. അവർ പാവം, അവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കങ്ങനെ ഒരാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊന്നല്ല, പല വട്ടം ഞാൻ അതിനുശേഷം കണ്ടു. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിനെതിരെയാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. അഴിമതിയുടെ പേരിൽ നിരവധി വിജിലൻസ് കേസുകളാണ് വി.കെ. പ്രശാന്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വന്തം പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി ബൈബിക്കോസ് എന്ന പേരിൽ യൂത്ത് ബ്രിഗേഡ് ഉണ്ടാക്കി കോടികൾ തട്ടിയെടുത്തെന്നാണ് ആരോപണം. ഇതിലാണ് വിജിലൻസ് അന്വേഷണം നേരിടുന്നത്. സർക്കാർ ഇടപെടലിലൂടെ വിജിലൻസ് അന്വേഷണം മൂടിവെച്ചെന്നും ആർ. ശ്രീലേഖ വെളിപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയോ ഈ MLA-ക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഈ MLA-ക്കെതിരെ ഒരു വിജിലൻസ്, ഒന്നല്ല 2-3 വിജിലൻസ് അന്വേഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തടിമാടന്മാരെ വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ബൈബിക്കോസ് എന്നുള്ള ഒരു യുവാക്കളുടെ ബ്രിഗേഡ്. അവരെ കൊണ്ട് കുറെ അധികം പണികൾ ചെയ്യിച്ച് അതിന്റെ കാശ് അടിച്ചു മാറ്റിയ ഒരു ഫയല് വിജിലൻസിൽ ഇരിപ്പുണ്ട്. അതിന്റെ അന്വേഷണം ഒന്നും ഒരിടത്തും നടക്കില്ല എന്നുള്ളത് അറിയാം, കാരണം ഇപ്പൊ ഭരിക്കുന്നത് അവരുടെ ആൾക്കാരാണ്. ഈ MLA-ക്കെതിരെ ഒന്നല്ല 1000 അഴിമതി കഥകൾ പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ്. ആ ശ്രീലേഖയുടെ ഗുരുതര വെളിപ്പെടുത്തലിൽ ഇരുവരും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കേവലം പ്രശാന്ത് മാത്രമല്ല, സംസ്ഥാനത്തെ CPM MLA-മാരെല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണെന്നും ശ്രീലേഖ വിമർശിക്കുന്നു. ജനം, തിരുവനന്തപുരം.